ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. എനിക്ക് പുറകിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നു. അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത്. ഈ സമയത്ത് ഈ അടുക്കളയിൽ ആരും പാകം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും എത്ര ഭയാനകമാണ് ഒരു വീടിന്റെ സാഹചര്യം എന്നുള്ള. ഒരു ഭാഗം അങ്ങനെ തകർന്നിരിക്കുന്നു. അതിന്റെ മറ്റു പല ഭാഗങ്ങൾ ഇപ്പോഴും വിണ്ടുകീറി അപകടാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ സമയത്ത് അപകടം നടക്കുമ്പോൾ ഹരി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ശരി അപ്പോൾ സംഭവിച്ചത് ഇന്നലെ രാത്രി ഒരു 8:30 സമയമായപ്പോഴത്തേക്കാണ്. ഞാനും വലിയവൻഷി മാത്രമുള്ളായിരുന്നു ഇവിടെ ഉള്ളായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും പരുത്തുംപാറയിൽ ഒരു ചെറിയ കട നടത്തുന്നുണ്ട്, അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു 8:30 സമയമായപ്പോഴത്തേക്ക് ചെറിയൊരു കോൺക്രീറ്റ് പീസ് അടുക്കള വന്ന് വീഴുന്ന സൗണ്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭിത്തിയെല്ലാം വിണ്ട് കയറി അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വലിയവൻഷിയെ കൂട്ടിക്കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടോടുകൂടി ഇതെല്ലാം കൂടെ പൊളിഞ്ഞു വീടുമായിരുന്നു. ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായാണ്. അയൽവാസികളുണ്ട്, അവർ വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഇവിടേക്ക് ഓടി വന്നതെന്നാണ് പറഞ്ഞത്. വലിയൊരു ശബ്ദമായിരുന്നു. ഞാൻ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുക. എന്നിട്ടും വലിയൊരു എന്തോ ഒരു സാധനം പുറത്തോട് വീടിൻ്റെ പുറത്ത് വീണെന്ന് ഞാൻ ആദ്യമേ ഓർത്ത്. ഞാൻ വീടിന് ചുറ്റും വന്നപ്പോൾ ഇവിടുത്തെ ഈ വീട്ടിലെ ചേട്ടൻ വന്ന് പറഞ്ഞ് അതല്ല, ഇവിടുത്തെ അടുക്കളയിലോട്ട് മേള് മൊത്തം പൊട്ടി താഴോട്ട് വീണമെന്നാണ്. ഞങ്ങൾ ഓടി ചെല്ലും. ഇവരെ വല്യമ്മ അവിടെ പേടിച്ച് കറച്ച് ഇപ്പുണ്ട്. പിന്നെ നാട്ടുകാരെല്ലാം ഓടി വന്ന് വേദന്റെ കിണറാണോ? ഇവിടെ ഒരു കുളിമുറിയായിരുന്നു, അത് കിണർ. അതിനോട് മൊത്തത്തിൽ മുകളിലേക്കാണ് അതെ. തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പൂർണ്ണമായും ഇത്തരത്തിൽ ഈ ഭിത്തി മുഴുവനായും വന്ന് വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന ഉള്ളിൽ ആളുണ്ടായിരുന്നു. ആ സമയത്ത് നോക്കുമ്പോൾ ഈ വീടിങ്ങനെ വിണ്ട് കയറി വരുന്നത് കണ്ടു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇത് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ വിണ്ട് കയറി അപകടാവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കടത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, റിപ്പോർട്ടർ കോട്ടയം.